അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ കല്യാണ ദിവസം എത്തിയിരിക്കുകയാണ്. എല്ലാവരും നന്ദുവിൻ്റെ കല്യാണം കൂടാൻ പോകാനുള്ള ഒരുക്കത്തിലാണ്. ആ സമയത്ത് ജാനകി അനിയോട് പറയുന്നുണ്ട്, നിന്നെ ആ ഭാഗത്തേക്ക് കണ്ടുപോവരുത്, ആ നന്ദുവിൻ്റെ കല്യാണം കൂടാൻ നീ വന്നേക്കരുത്, അത് അനാമിക മോൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് നിന്നെ ആ ഭാഗത്തൊന്നും ഞാൻ കണ്ടുപോകരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എൻ്റെ ഫ്രണ്ടായ നന്ദുവിൻ്റെ കല്യാണത്തിനാണ് ഞാൻ വരുന്നത്, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഏട്ടത്തിയുടെ അനിയത്തി കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആ കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നാൽ അത് മോശമാണ്, ആദർശേട്ടൻ എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് നയന അനിയോട് പറയുന്നുണ്ട്, മോനെ നീ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, അമ്മ പറയുന്നത് കേട്ടിട്ട് നീ മറ്റ് എവിടേക്കെങ്കിലും മാറി നിന്നോ, കല്യാണത്തിന് നീ വരേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനിയോട് പറയുന്ന സമയത്ത്, ഏട്ടത്തി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ആദർശേട്ടൻ എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് കൂടുകയും സന്തോഷത്തോടു കൂടി ആ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് അനി. അങ്ങനെ അനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നയന. ആ സമയത്ത് ആദർശ് നയനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, അവനും കല്യാണം കൂടാൻ ആഗ്രഹമുണ്ടാവില്ലേ, അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിനും കൂടാൻ വരാനേ, അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് ആദർശ്. അങ്ങനെ ആദർശ് പറയുന്നത് കേട്ടപ്പോൾ നയനയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നുകയാണ്. പിന്നീട് എല്ലാവരും മണ്ഡപത്തിലോട്ട് പോവുകയാണ്. ആ സമയത്ത് നന്ദു സാരിയിൽ വളരെയധികം സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. പയ്യൻ്റെ കൂട്ടരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അനി അവിടേക്ക് വരുന്നുണ്ട്. അനി വരുന്ന കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഇനി അനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ, അനി വിവാഹം മുടക്കുമോ എന്നുള്ള പേടി എല്ലാവരിലും ഉണ്ടായിരുന്നു. കാരണം ജ്യോത്സൻ അവരെ ഒന്നിക്കും എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് തന്നെ കനകയുടെ മനസ്സിലൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ജാനകി ആ കാഴ്ച കണ്ടിട്ട് വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ അനാമികയോട് അനി വന്ന കാര്യം വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഏതായാലും അവനെ നന്ദുവിൻ്റെ കല്യാണം കണ്ട് ആസ്വദിക്കാൻ വന്നതല്ലേ, അവൻ ഏതായാലും ആസ്വദിക്കാൻ തക്കത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകി, നീ എന്താ മോളെ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മ ഒരു കാര്യം ആലോചിച്ച് നിന്നോ, ഞാനൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതേ അവിടെ നടക്കുകയുള്ളൂ, അല്ലാതെ എല്ലാവരുടെയും സന്തോഷം പ്രകാരമുള്ള കാര്യങ്ങളല്ല അവിടെ നടക്കുക. അമ്മ കാണാനുള്ള പോലും ഞാൻ പറയേണ്ട കാര്യമില്ല, അത് അമ്മ കണ്ടു തന്നെ അറിഞ്ഞോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ താലികെട്ടിനുള്ള ഒരുക്കത്തിലാണ്. താലി കെട്ടാൻ ഒരുങ്ങുന്ന സമയത്താണ് അപരിചിതനായിട്ടുള്ള ഒരാൾ അവിടേക്ക് വരുന്നത്. അവിടേക്ക് വന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഫോട്ടോ അവരുടെ മണ്ഡപത്തിലുള്ള ചെക്കൻ്റെ കയ്യിലോട്ട് നീട്ടിക്കൊടുക്കുകയാണ്. ആ സമയത്ത് അവരുടെ കയ്യിലുള്ള ഫോട്ടോ നന്ദു മറ്റൊരാളുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോ കണ്ട പാടെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അത് ചെക്കനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട പയ്യൻ ചാടി ദേഷ്യത്തോടെ എഴുന്നേറ്റ്, നിങ്ങളൊക്കെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോ, ഇത്തരത്തിലുള്ള ഒരാളെയാണോ, ഒരു പെൺകുട്ടിയാണോ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്, വലിയ തറവാട്ടുകാരാണ്, അനന്തപുരിക്കാരുമായിട്ട് ബന്ധം കൂടിയവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബന്ധത്തിന് ഒരുങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചൂടാവുകയാണ്. ആ സമയത്ത് നന്ദു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ഞാനൊന്നും അറിയുന്ന കാര്യമില്ല, ഇതാരോ തെറ്റായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, ഇയാളെ എനിക്ക് അറിയപ്പോലുമില്ല, ഇത് ആരോ മോർഫ് ചെയ്ത് ഉണ്ടാക്കിയതാ എന്നൊക്കെ പറയുന്ന സമയത്ത്, തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട, എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കൃത്യസമയത്ത് തന്നെ ഈ ഫോട്ടോ ഞങ്ങളുടെ കൺമുന്നിൽ എത്തിച്ചത്, ഈ വിവാഹം ഒരിക്കലും നടക്കില്ല, ഇങ്ങനെയുള്ള ഒരു തെറ്റായ രീതിയിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പയ്യൻ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് അനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അനിയും അതിലിടപെട്ട് ആ ചെക്കനോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് നന്ദുവിനെ വളരെ കാലമായിട്ട് അറിയാം, നന്ദു അത്തരത്തിലുള്ള പെൺകുട്ടിയൊന്നുമല്ല, തെറ്റായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ പ്രതികരിക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലാതെ ഇത്തരത്തിലൊന്നും നടക്കുന്ന പെൺകുട്ടിയല്ല, ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്, ഇവളുടെ കല്യാണം നടക്കാതിരിക്കാൻ ആരോ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനി. പക്ഷെ അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആ സമയത്തും അനിയുടെ മനസ്സിലേക്ക് വന്നത് അനാമികയുടെ മുഖമാണ്. അനാമികയായിരിക്കുമോ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള സംശയം അനിയുടെ മനസ്സിലേക്ക് വരികയാണ്. ആ സമയത്ത് നന്ദുവിൻ്റെ സങ്കടം കണ്ടിട്ട് അനിക്ക് സഹിക്കാൻ ആയില്ല. അതേ സമയം തന്നെ അനാമികയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലുള്ള അനാമികയോടുള്ള വെറുപ്പും ദേഷ്യവും ഇരട്ടിക്കുകയാണ്. നന്ദുവിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ആളുകളുടെ മുന്നിൽ അവൾ തല കുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒടുവിൽ പൂജാരി എടുത്ത് വെച്ച ആ താലി അനി ആരോടും സമ്മതം ചോദിക്കാതെ തന്നെ നന്ദുവിൻ്റെ കഴുത്തിൽ വേഗം കെട്ടുകയാണ്.
കെട്ടുന്ന കാഴ്ച കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് എല്ലാവരും. എന്നിട്ട് മോൻ എന്തായി കാണിച്ചത്, എന്തായി ചെയ്തത്, നീ ഒരു മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവല്ലേ, നീ എന്താ ഇപ്പോൾ കാണിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദുവിനെ ചേർത്ത് നിർത്തിയിട്ട് അനി പറയുന്നുണ്ട്, ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇതിന്റെ പേരിൽ ഇനി ആരും ഒരു ചോദ്യവും ചോദിച്ച് എൻ്റെ അടുത്ത് വരണ്ട. ഇനി ഇവൾ എൻ്റെ ഭാര്യയാണ്. അനാമികയെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും ഇനി എൻ്റെ മനസ്സില്ല. അവൾ ഇനി അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്താണ്. കാരണം ഇന്ന് ഈ നന്ദുവിൻ്റെ വിവാഹം മുടങ്ങാനുള്ള ഏക കാരണം ഈ ഫോട്ടോ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ അനാമികയാണ് എന്നുള്ളത് എനിക്കുറപ്പാണ്. കാരണം അത്തരത്തിലുള്ള ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദുവിനെ ഇനി സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ. അവളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നന്ദു എൻ്റെ ഭാര്യയായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ നന്ദുവിനെ ആർക്കും ഇതിന്റെ പേരിൽ ആരും നന്ദുവിനെ ചോദ്യം ചെയ്യാനോ ഒന്നും വരണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അനി. ആ കാഴ്ച കണ്ടിട്ട് ദേവയാനിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. കാരണം ഒന്നിക്കേണ്ടവരാണ് ഒന്നിച്ചത് എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ദേവയാനി നിൽക്കുന്നത്. പക്ഷെ ദേവയാനി ആ സന്തോഷഭാവമൊന്നും മുഖത്ത് കാണിച്ചില്ല. പക്ഷേ കനകയും ബാക്കി എല്ലാവരും ആകെ ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്യണമെന്നും എന്നും പറയണമെന്നുള്ളത് ചിന്തയിൽ നിൽക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന കാണികളാവട്ടെ അവരും ആകെ അന്താളിച്ച് എന്താണ് ഇവിടെ നടന്നത് എന്നുള്ള ആ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ അനിയും നന്ദുവും പ്രണയ ജോഡികൾ ഒന്നിച്ചിരിക്കുകയാണ്.